ഹലോ ഗൈസ്, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇന്ന് എനിക്ക് കോവിഡ് പോസിറ്റീവ് ആയതിൻ്റെ രണ്ടാമത്തെ ദിവസമാണ്. അതായത് ആ കോവിഡ് പോസിറ്റീവായ കഥ ഇച്ചിരി ഞാൻ തന്നെ എൻ്റേതായ രീതിയിൽ ആലോചിച്ചപ്പോൾ കുറച്ച് അടിപൊളിയായിട്ട് തോന്നി. അതുകൊണ്ടാണ് അത് നിങ്ങളായിട്ടും കൂടി പറയാമെന്ന് വെച്ചിട്ട് ഇറങ്ങിയത്. സംഭവം വേറെ ഒന്നുമല്ല, ഏകദേശം ഒരു 10 ദിവസം മുമ്പാണ് നമ്മൾ ക്വാറൻറ്റൈനിലേക്ക് മാറുന്നത്. അതായത് എൻ്റെ കൂടെ ഉള്ളവന്മാർക്ക് ഇതായി, കോവിഡ് പോസിറ്റീവായി. ഞാനും ടെസ്റ്റ് ചെയ്തിരുന്നു, എനിക്ക് നെഗറ്റീവ്. നമ്മൾ ഒരുമിച്ച് ഒരു റൂമിൽ തന്നെ കഴിക്കുന്നു, ഫുഡ് കഴിക്കുന്നു, ഒരുമിച്ച് കിടക്കുന്നു, ടോയ്ലറ്റും എല്ലാം കോമൺ ആണ്. അപ്പോൾ ഞങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്യുന്നവരായതുകൊണ്ടും അവിടെ നിന്ന് വിളിച്ചിട്ട് പറഞ്ഞു ഞാനും ക്വാറൻറ്റൈൻ ഇരുന്നോളാൻ പറഞ്ഞു. അതുപോലെ ഇവിടുന്ന് ഇൻഷുറൻസിൽ നിന്ന് വിളിച്ചിട്ട് പറഞ്ഞു ക്വാറൻറ്റൈൻ ഇരിക്കണം, സർട്ടിഫിക്കറ്റ് ഇടും. അപ്പോൾ എന്തായാലും ക്വാറൻറ്റൈനാണ് ഇരിക്കാം. പക്ഷെ എനിക്ക് ഈ എൻ്റെ നെഗറ്റീവ് ആയതുകൊണ്ട് എന്തോ അക്സെപ്റ്റ് ചെയ്യാൻ ഇച്ചിരി ബുദ്ധിമുട്ട്. ഞാൻ PCR ടെസ്റ്റിനുള്ള ഡേറ്റ് എടുത്തു, പോയി PCR ടെസ്റ്റ് ചെയ്ത് നോക്കി. നല്ല പ്രതീക്ഷ ഉണ്ടായിരുന്നു, തവണയും പോസിറ്റീവ് ആയിരിക്കും, തവണയെങ്കിലും പോസിറ്റീവ് ആയിരിക്കും. സംഭവം PCR ടെസ്റ്റ് എടുത്തു, വൈകുന്നേരം റിസൾട്ട് വന്നു കഴിഞ്ഞപ്പോഴും ഇതന്നെ അവസ്ഥ. എന്താ നെഗറ്റീവ്. ഞാൻ ആലോചിച്ചു, എൻ്റെ ബോഡി ഹെവിയാണ്, ഞാൻ ഭയങ്കര ഇമ്മ്യൂണിറ്റി പവറുള്ള ആളാണ് എന്നൊക്കെ ഞാൻ വിചാരിച്ചു. ഞാൻ ഇവന്മാരോടൊക്കെ പറയുകയും ചെയ്യും, ഇങ്ങനെ ചുമ്മാ അഹങ്കാരത്തിൻ്റെ രൗദ്രഭാവവുമായി ഞാൻ ഇങ്ങനെ പറയും, എടാ ഞാൻ പറയണ പോലെ ഇങ്ങനെ ഞാൻ കഴിക്കണ ഫുഡൊക്കെ കഴിക്കണം, എന്നാലാണ് നിങ്ങൾക്കൊക്കെ ഇമ്മ്യൂണിറ്റി കിട്ടുള്ളൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നു. എന്നിട്ട് ആ സമയം കഴിഞ്ഞു. അത് കഴിഞ്ഞപ്പോൾ 10ാമത്തെ ദിവസം, ഇവർ ക്വാറൻറ്റൈൻ കഴിയുന്ന 10ാം ദിവസം നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഇറങ്ങി. ടെസ്റ്റ് ചെയ്യാൻ ചെന്നിറങ്ങും. അപ്പോൾ ഇറങ്ങുന്ന സമയത്ത് ഞാൻ ഇങ്ങനെ പറയണേ, അതായത് ഇന്നും എൻ്റെ പോസിറ്റീവ് ആവുകയാണെങ്കിൽ, അല്ല നെഗറ്റീവ് ആവുകയാണെങ്കിൽ, നിങ്ങൾ എൻ്റെ ഫോട്ടോ ഒക്കെ സ്റ്റാറ്റസ് ഇടണം, മെഡിക്കൽ മിറാക്കിളാണ് ഇവിടെ സംഭവിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് ഇടണം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ സെറ്റപ്പിൽ ഞങ്ങൾ കോമഡിയൊക്കെ പറഞ്ഞ് പോയി. ചെന്നു, ടെസ്റ്റ് ചെയ്തു. 15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ റിസൾട്ട് വാങ്ങാൻ ഞാൻ ടെസ്റ്റ് കയറി. ചെന്ന് റിസൾട്ട് വാങ്ങിയ സമയത്ത് പോസിറ്റീവ് എന്ന് പറഞ്ഞപ്പോൾ എനിക്കൊന്നും തോന്നിയില്ല. പക്ഷേ ഈ പോസിറ്റീവ് റിസൾട്ട് വാങ്ങിച്ച് ഞാൻ പുറത്തേക്ക് വന്ന് പുറത്ത് നിൽക്കുക, ബാക്കിയുള്ളവർ പുറത്തേക്ക് വരാൻ വേണ്ടിയിട്ട്. ഇവിടെ നമുക്ക് മാസ്കൊക്കെ കിട്ടും. കോവിഡ് നമ്മൾ ഈ ഐസൊലേഷനിലാണെങ്കിൽ ഫാർമസിയിൽ ഒരു ഡോക്യുമെൻ്റ് ഉണ്ട്, അത് കൊടുത്തു കഴിഞ്ഞാൽ മാസ്ക് കിട്ടും. അപ്പോൾ അത് വാങ്ങാൻ വേണ്ടി അവരവിടെ നിൽക്കുന്നു, ഞാൻ പുറത്ത് നിൽക്കുന്നു. ഒരു 10-15 മിനിറ്റോളം പുറത്ത് നിന്നു. ഈ സമയത്ത് പയ്യെ എൻ്റെ മൈൻഡൊക്കെ പയ്യെ ആറി തുടങ്ങി. കൊറോണ വന്നല്ലോ ആ മൂഡ്. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ തന്നെ അതിനെ വേറൊരു രീതിയിലേക്ക് ആക്കി. ഞാൻ ഇങ്ങനെ ചിന്തിക്കുകയാണ്, അതായത് പണ്ട് നമ്മൾ കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഏതെങ്കിലും പെങ്കൊച്ചിനോടൊക്കെ നമുക്ക് ഇഷ്ടം തോന്നും. നമ്മൾ ആദ്യം ചെന്ന് ആ ആരംഭ ശൂരത്വത്തിൻ്റെ അതിനകത്ത് ചാടി കയറി ചെന്ന് പ്രപ്പോസൊക്കെ അടിക്കും. അപ്പം അവരെന്ത് ചെയ്യും, നമ്മളെ മാറ്റി നിർത്തും. അത് കഴിഞ്ഞ് ആദ്യത്തെ ഇത് വിഷയമില്ല, 2 ദിവസം കഴിയുമ്പോൾ നമ്മൾ വീണ്ടും ചെന്നിട്ട് വീണ്ടും പ്രപ്പോസ് ചെയ്യും. അപ്പം ഇച്ചിരി രൂക്ഷമായിട്ടായിരിക്കും നമ്മുടെ അടുത്ത് ഇത് പറയണത്, പറ്റില്ല എന്നുള്ളതിൽ. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ ആദ്യത്തെ ടെസ്റ്റ് നെഗറ്റീവായി, രണ്ടാമത്തെ ടെസ്റ്റ് നെഗറ്റീവായി. അപ്പം രണ്ടാമത് നമുക്ക് അത്ര രൂക്ഷമായിട്ടിട്ട് നമ്മൾ കുറച്ച് ദിവസം പിന്നെയും വെയിറ്റ് ചെയ്യും, നമ്മുടെ ഇഷ്ടം അത്രയ്ക്ക് സ്ട്രോങ് ആണെങ്കിൽ. എന്നിട്ട് 10 ദിവസം കഴിഞ്ഞ്, അതല്ല കുറച്ചാൾ കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും ചെന്ന് പ്രപ്പോസ് ചെയ്യും. ചിലപ്പോഴേ ആ സമയമാകുമ്പോഴേക്കും ഈ പറഞ്ഞ പെൺകുട്ടി ചിലപ്പോൾ നമ്മളെ കുറിച്ച് പഠിച്ചിട്ടുണ്ടാവും, നമ്മളെ കുറച്ചും കൂടി അറിഞ്ഞിട്ടുണ്ടാവും. ചിലപ്പോൾ ഇഷ്ടമെന്ന് പറയാൻ സാധ്യതയുണ്ട്, ചിലപ്പോൾ ഇഷ്ടമെന്ന് പറയാൻ സാധ്യതയുണ്ട്. എന്ത് ചളിയല്ലേ. അല്ല, എനിക്ക് പോസിറ്റീവായിട്ടുള്ളൊരു എനർജി കിട്ടാൻ വേണ്ടി ഞാൻ ചിന്തിച്ചത് അങ്ങനെയാണ്. അങ്ങനെ ചിന്തിച്ചു. സംഭവം ഇതുപോലെ തന്നെ 3ാം വട്ടം, 1 പിഴച്ചാൽ 3 എന്ന് പറഞ്ഞാൽ ആദ്യം നെഗറ്റീവായി, രണ്ടാമത് നെഗറ്റീവായി, 3ാമത് ഇൻ എ റിലേഷൻ വിത്ത് കൊറോണ. ഫേസ്ബുക്കിൽ സ്റ്റാറ്റസൊക്കെ മാറ്റാൻ പോവാം, ഇൻ എ റിലേഷൻഷിപ്പ് വിത്ത് കൊറോണ എന്നൊക്കെ പറഞ്ഞു കേട്ടോ. സംഭവം വേറെ കുഴപ്പമൊന്നുമില്ല. ഈ സംഭവം പോസിറ്റീവാണെന്ന് അറിഞ്ഞതിന് ശേഷം എൻ്റെ ആ ഒരു സൈക്കോളജിക്കലായിട്ടുള്ള ഇതിൻ്റെ പ്രശ്നമാണോ അതോ
ശരിക്കും എനിക്ക് അങ്ങനെയൊക്കെ ഉണ്ടോയെന്ന് അറിയില്ല. തൊണ്ടയ്ക്കൊക്കെ കുറച്ച് പ്രശ്നമുണ്ട്, ചെറിയൊരു എന്താ പറയുക, എന്തോ ഉണ്ട്. പിന്നെ കുറച്ച് ബോഡി കുറച്ച് വീക്കാണ്, കുറച്ച് ക്ഷീണമൊക്കെ ഉണ്ട്. ഇതൊക്കെ ഞാൻ മറ്റേ ബൂസ്റ്റ് ചെയ്തെടുത്തേക്കണ എനർജി കേട്ടോ. പിന്നെ എന്താ, അത്രയൊക്കെയാണ്. ബാക്കി വിശേഷങ്ങൾ ഞാൻ വഴിയെ പറയാം. ഇനി വേറെ പരിപാടിയൊന്നും ഇല്ലല്ലോ, ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പം ഞാൻ നിങ്ങളെയൊക്കെ ഇങ്ങനെ വന്ന് ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കും. ബൈ ബൈ.